വടക്കേവിള മണക്കാട് അനുഗ്രഹ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. അയത്തിൽ ശാന്തിനഗറിൽ നടന്ന ചടങ്ങിൽ മനോജ് ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഘത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഔദ്യോഗിക ഭാരവാഹികളെ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, മറ്റ് പ്രിയപ്പെട്ട സംഘാംഗങ്ങളെ, നമ്മളെ ഈ പുണ്യ റംസാൻ മാസത്തിലെ പുണ്യദിനമായ ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മളിവിടെ കാണേണ്ടത്. അപ്പം നമ്മളതിനൊരു മാതൃകയായി മാറണം. നമ്മുടെ ഈ പറയുന്ന നമ്മളുടെ കൊച്ചു സംഘമാണെങ്കിൽ തന്നെയും ഒരു കൊച്ചു സ്ഥലത്ത്, ചെറിയ പ്രദേശത്ത് നമ്മൾ അതിന് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ ഐക്യത്തോടും സഹോദരത്തോടും സഹോദരത്തോടും നമ്മൾ ഇനി മുന്നോട്ട് പോകണം. അതിന് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി പറയുന്നതിന് വേണ്ടി ജയമോഹൻ അധ്യക്ഷത വഹിച്ചു. മണികണ്ഠൻ, സിംബാദ്, ലാലാജി, സുരേഷ് ബഷീർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്, അവർ ഓരോരുത്തർക്കും പറയണ്ട. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും ഭൂരിപക്ഷമായി കാണപ്പെടുന്ന 3 മതവിശ്വാസങ്ങളിലാണ്. അതിൽ ഇസ്ലാം മതവിശ്വാസം, അതേപോലെ ഹിന്ദു മതവിശ്വാസം, ക്രിസ്തു മതവിശ്വാസം. അപ്പോൾ ഈ വിശ്വാസങ്ങളിലെല്ലാം തന്നെ വ്രതാനുഷ്ഠാനം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുമത വിശ്വാസികളിലാണെങ്കിൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡല മകരവിളക്ക് കാലഘട്ടം ഒരു വ്രതാനുഷ്ഠാനമാണ്. ക്രിസ്ത്യൻ മതവിശ്വാസികളെ സംബന്ധിച്ച് 50 നോമ്പ്, അതായത് ഈസ്റ്ററിനോട് അല്ലെങ്കിൽ ഈസ്റ്ററിൽ പരിസമാപിക്കുന്ന 50 നോമ്പ്, അതേപോലെ ഇസ്ലാം മതവിശ്വാസത്തിൽ 30 ദിവസം അനുഷ്ഠിക്കുന്ന ഈ വ്രതാനുഷ്ഠാനം. അപ്പോൾ ഈ വ്രതാനുഷ്ഠാനത്തിൽ മറ്റു മതവിശ്വാസികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആഹാരമോ ജലപാനമോ ഇല്ലാതെ സൂര്യ ഉദയത്തിന് 3ാമത് ഇഫ്താർ വിരുന്നാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇഫ്താർ വിരുന്ന് മാത്രമല്ല, അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച്, പൊങ്കാലയോടനുബന്ധിച്ച് കുടിവെള്ളവും സ്നാക്സും വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ സംഘ അംഗങ്ങളിൽ ക്രിസ്ത്യൻസ് ഇല്ലെങ്കിലും നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. പറയുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ മണക്കാട് നജുമുദ്ദീനാണ്. അദ്ദേഹം നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നമ്മളെ അതിൽ പങ്കെടുക്കാൻ എത്തി അദ്ദേഹത്തിന് നമ്മുടെ സംഘടന പേരിൽ സിംബാദിന്റെ വീട്ടിൽ നടക്കുന്നത് നമ്മളെ ഒരു കൂട്ടായ്മയുടെ ഫലം കൊണ്ട് തന്നെയാണ് ഇത് നല്ല രീതിയിൽ നടത്താൻ തന്നെ കഴിയുന്നത്. ഇനി നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് നമ്മളെല്ലാവരും സഹോദരങ്ങളെ പോലെ തന്നെ പെരുമാറി ഇനി ഭാവിയിലും ഇതിലും നല്ല രീതിയിൽ നടത്തണമെന്ന് എൻ്റെ പേരിലും എൻ്റെ സംഘടന പേരിലും അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ സംഘാംഗങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ആശംസകൾ, എൻ്റെ കുടുംബത്തിൻ്റെ ആശംസ അറിയിക്കുകയാണ്. നല്ലൊരു നോമ്പുകാലം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും നൽകുന്നു. അടുത്തായി ആശംസ പറയുന്നുണ്ട്. സിംബാദിന്റെ വീട്ടിൽ നടക്കുന്നത് നമ്മളെ ഒരു കൂട്ടായ്മയുടെ ഫലം കൊണ്ട് തന്നെയാണ് ഇത് നല്ല രീതിയിൽ നടത്താൻ തന്നെ കഴിയുന്നത്. ഇനി നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് നമ്മളെല്ലാവരും സഹോദരങ്ങളെ പോലെ തന്നെ പെരുമാറി ഇനി ഭാവിയിലും ഇതിലും നല്ല രീതിയിൽ നടത്തണമെന്ന് എൻ്റെ പേരിലും എൻ്റെ സംഘടന പേരിലും അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ സംഘാംഗങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ആശംസകൾ, എൻ്റെ കുടുംബത്തിൻ്റെ ആശംസ അറിയിക്കുകയാണ്. സ്വാഗതം